Hello my dear children, welcome to another session of basic science class. We are dealing with chapter 2, life giving water. Do you remember the topic we learned in the last class? We discussed solute and solvent, right? സൊല്യൂട്ടും സോൾവൻറ്റും എന്താണെന്ന് നമ്മൾ വിശദമായിട്ട് പഠിച്ചു അല്ലേ. വാട്ട് ഈസ് സൊല്യൂട്ട്? എന്താണ് സൊല്യൂട്ട്? എ സബ്സ്റ്റൻസ് വിച്ച് ഡിസോൾവ്സ് ഈസ് കോൾഡ് സൊല്യൂട്ട് ആൻഡ് ദാറ്റ് ഇൻ വിച്ച് ദ സൊല്യൂട്ട് ഡിസോൾവ്സ് ഈസ് കോൾഡ് സോൾവൻറ്റ്. അതായത് ഒരു അലിയുന്ന വസ്തുവിനെയാണ് നമ്മൾ, അലിഞ്ഞു ചേർന്നിരിക്കുന്ന വസ്തുവിനെയാണ് നമ്മൾ സൊല്യൂട്ട് എന്ന് പറയാം. ഷുഗർ ഒരു സൊല്യൂട്ടാണ്. അത് വെള്ളത്തിൽ അലിഞ്ഞിരിക്കുന്ന ഒരു വസ്തുവാണ്. അങ്ങനെ അലിഞ്ഞ് ചേർന്നിരിക്കുന്ന വസ്തുവിനെ നമ്മൾ സൊല്യൂട്ട് എന്ന് പറയും. ഇനി ഏതിലാണോ ആ സൊല്യൂട്ട് അലിഞ്ഞ് ചേർന്നിരിക്കുന്നത് അതിനെയാണ് നമ്മൾ സോൾവൻ്റ് എന്ന് പറയാം. ഇപ്പം ഷുഗർ ഏതിലാണ് അലിഞ്ഞ് ചേർന്നിരിക്കുന്നത്? വാട്ടറിൽ അല്ലേ. അപ്പോൾ വാട്ടറിനെയാണ് നമ്മൾ സോൾവൻ്റ് എന്ന് പറയാം. പിന്നെ നമ്മൾ സൊല്യൂഷൻ എന്താണെന്ന് പഠിച്ചു അല്ലേ. ഈസ് സൊല്യൂഷൻ, സൊല്യൂട്ടും സോൾവൻറ്റും ചേർന്ന മിക്സ്ചറാണ് സൊല്യൂഷൻ. ഈസ് എ സൊല്യൂഷൻ? സൊല്യൂഷൻ ഈസ് ദാറ്റ് വിച്ച് ഈസ് ഫോംഡ് വെൻ സൊല്യൂട്ട് ഡിസോൾവ്സ് ഇൻ എ സോൾവൻറ്റ്. അതായത് സൊല്യൂട്ട് സോൾവെൻറ്റിൽ ഡിസോൾവ് ആയിക്കഴിഞ്ഞാൽ കിട്ടുന്ന മിക്സ്ചറാണ് സൊല്യൂഷൻ. ഇപ്പോൾ ഉദാഹരണമായി ഷുഗർ സൊല്യൂഷൻ. ഷുഗർ വാട്ടറിൽ ഡിസോൾവ് ആയപ്പോൾ, അലിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയ മിക്സ്ചറാണ് ഷുഗർ സൊല്യൂഷൻ. നോക്കൂ, ഷുഗർ സൊല്യൂഷൻ, പഞ്ചസാര ലായനി, അതൊരു സൊല്യൂഷനാണ്. അതിൽ സൊല്യൂട്ടും സോൾവെൻറ്റും കൂടി മിക്സ് ആയിട്ടുണ്ട് അല്ലേ. സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഷുഗറാണ്. സോൾവെൻറ്റ് വാട്ടറാണ്. ഇത് രണ്ടും കൂടി ചേർന്ന് കിട്ടുന്നതാണ് ഷുഗർ സൊല്യൂഷൻ. വെക്കേണ്ടത്, ഒരു സൊല്യൂഷൻ ആവണമെന്നുണ്ടെങ്കിൽ അതിൽ സൊല്യൂട്ട് സോൾവെൻറ്റിൽ ഡിസോൾവ്ഡ് ആയിരിക്കണം, അലിഞ്ഞ് ചേർന്നിരിക്കണം. അലിഞ്ഞ് ചേർന്നെങ്കിൽ മാത്രമേ അതൊരു സൊല്യൂഷൻ ആവുള്ളൂ. ഇപ്പം നിങ്ങൾ സോൾട്ട് സൊല്യൂഷൻ, ഉപ്പ് ലായനി എന്ന് പറയുമ്പോൾ എന്താണ്? അതിൽ സൊല്യൂട്ടായ ഉപ്പ് സോൾവൻ്റായ വാട്ടറിൽ അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്, ഡിസോൾവ്ഡ് ആയിട്ടുണ്ടല്ലേ. അപ്പോൾ അങ്ങനെ സൊല്യൂട്ട് സോൾവെൻറ്റിൽ ഡിസോൾവ്ഡ് ആയി കിട്ടുന്ന ആ ഒരു മിക്സ്ചറിനെയാണ് നമ്മൾ എന്ത് പറയാം? സൊല്യൂഷൻ എന്ന് പറയാം. മൈ ക്വസ്റ്റ്യൻ ഈസ്, വിൽ ഗ്യാസസ് ഡിസോൾവ് ഇൻ വാട്ടർ? ഗ്യാസ് വെള്ളത്തിൽ അലിഞ്ഞു ചേരുമോ? ഇപ്പം നോക്കൂ, ഷുഗർ, സോൾട്ട് എന്നൊക്കെ പറയണത് സോളിഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ് അല്ലേ. അത് ലിക്വിഡിൽ ഡിസോൾവ് ആയി. ഇതുപോലെ ഗ്യാസസ് ലിക്വിഡിൽ ഡിസോൾവ് ആവുമോ? ഗ്യാസസ് വിൽ ഓൾസോ ഡിസോൾവ് ഇൻ വാട്ടർ. ഗ്യാസും വാട്ടറിൽ ഡിസോൾവ് ആവും. ഇപ്പം സോഡ വാട്ടർ അല്ല, നിങ്ങൾ കഴിക്കുന്ന സോഡ വാട്ടർ എന്ന് പറയുമ്പോൾ ആ സോഡ വാട്ടറിൻ്റെ ബോട്ടിൽ തുറക്കുമ്പോൾ അതിൽ നിന്ന് ബബിൾസ് വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. യു മൈറ്റ് ഹാവ് സീൻ ബബിൾസ് റൈസിങ് അപ്പ് ഫ്രം എ സോഡ ബോട്ടിൽ. പത എന്ന് പറയണത് എന്താണെന്നറിയോ? ഈ സോഡ വാട്ടറിൽ അടങ്ങിയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡാണ്. മനസ്സിലായോ? ഈ ബബിൾസ് എന്ന് പറയുന്നത് ആക്ച്വലി അത് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന ഗ്യാസാണ്. അതാണ് നമ്മൾ തുറക്കുമ്പോൾ ബബിൾസായിട്ട് പൊങ്ങി വരുന്നത്. ആ ബബിൾസ് ആക്ച്വലി കാർബൺ ഡൈ ഓക്സൈഡാണ്. അപ്പോൾ അതിൽ സോഡ വാട്ടർ എന്ന് പറയുന്നത് ഒരു സൊല്യൂഷനാണ് കേട്ടോ. സോഡ വാട്ടർ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് സൊല്യൂഷൻ. കാരണം അതിൽ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന ഗ്യാസ് വെള്ളത്തിൽ ഡിസോൾവ്ഡ് ആയിട്ടുണ്ട്. സോഡ വാട്ടർ എന്നുള്ളത് ഒരു സൊല്യൂഷനാണ്. ഈ സൊല്യൂഷനിലുള്ള സൊല്യൂഷനിൽ ഒരു സൊല്യൂട്ടും സോൾവെൻ്റ് ഉണ്ടായിരിക്കും. അപ്പം ഈ സോഡ വാട്ടർ എന്ന സൊല്യൂഷനിലുള്ള സൊല്യൂട്ട് ഏതാണ്? സൊല്യൂട്ട് കാർബൺ ഡൈ ഓക്സൈഡാണ്. ഇതിലുള്ള സോൾവെൻ്റ് ഏതാണ്? വാട്ടറാണ്. ഓക്കെ. അപ്പം സൊല്യൂട്ട് എന്ന കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടർ എന്ന സോൾവെൻറ്റിൽ ഡിസോൾവ്ഡ് ആയതാണ് സോഡ വാട്ടർ എന്ന സൊല്യൂഷൻ. അപ്പോൾ സോഡ ബോട്ടിൽ ഓപ്പൺ ചെയ്യുമ്പോൾ ബബിൾസ് വരാനുള്ള കാരണം എന്താണ്? അതിൽ ഡിസോൾവ്ഡ് ആയിരിക്കുന്നത് അല്ലേ, അലിഞ്ഞ് ചേർന്നിരിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡാണ്. ഈ കാർബൺ ഡൈ ഓക്സൈഡാണ് ബബിൾസായിട്ട് മുകളിലേക്ക് വരുന്നത്. അപ്പോൾ സോഡ വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? സൊല്യൂഷനാണ് അല്ലേ. കാർബൺ ഡൈ ഓക്സൈഡ് എന്താണ്? സൊല്യൂട്ടാണ്. വാട്ടർ എന്താണ്? സോൾവെൻ്റ് ആണ്. ദെൻ ആക്ടിവിറ്റി ഗിവൺ ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. You have to complete that table by writing separately the solute and solvent in each solution. ഇപ്പോൾ തന്നിരിക്കുന്ന
ഓരോ സൊല്യൂഷനെയും ഈ ടേബിളിൽ കുറേ സൊല്യൂഷൻ ഉണ്ട്. ഇപ്പം ഈ ഓരോ സൊല്യൂഷൻ്റെയും സൊല്യൂട്ട് ഏതാണ് സോൾവെൻ്റ് ഏതാണ് എന്ന് എഴുതണം. ക്ലിയർ? ഓരോ സൊല്യൂഷൻ്റെയും സൊല്യൂട്ടിനെയും സോൾവെൻറ്റിനെയും സെപ്പറേറ്റ് ചെയ്തെഴുതി ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാം. നമുക്കറിയാം സൊല്യൂഷൻ എന്ന് പറയുന്നത് സൊല്യൂട്ടും സോൾവെൻറ്റും കൂടി ചേർന്നൊരു മിക്സ്ചറാണ്. അതിൽ നിന്ന് സൊല്യൂട്ട് ഏതാണ് സോൾവെൻ്റ് ഏതാണെന്ന് വേർതിരിച്ച് എഴുതുകയാണ് വേണ്ടത്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ ഷുഗർ സൊല്യൂഷൻ, പഞ്ചസാര ലായനി. അപ്പോൾ അതിൽ സൊല്യൂട്ട് ഏതാണ് അലിഞ്ഞത്? ഷുഗറാണ് അല്ലേ? സോൾവെൻറ്റ് ഏതിലാണ് ഷുഗർ അലിഞ്ഞത്? വാട്ടർ. അപ്പോൾ വാട്ടറാണ് സോൾവെൻറ്റ്. ഇനി രണ്ടാമത്തത് സോൾട്ട് സൊല്യൂഷൻ. സോൾട്ട് സൊല്യൂഷനിൽ സൊല്യൂട്ട് ഏതാണ്? സോൾട്ടാണ്. സോൾവെൻറ്റ് വാട്ടർ. മൂന്നാമതായിട്ട് സോഡ വാട്ടർ. നമ്മളിപ്പോൾ പറഞ്ഞ് നിർത്തിയതേ ഉള്ളൂ. സോഡ വാട്ടറിൽ സൊല്യൂട്ട് ഏതാണ്? അലിഞ്ഞത് ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, ഗ്യാസ്. സോൾവെൻ്റ് ഏതാണ്? വാട്ടർ. ഇനി പൊട്ടാഷ്യം പെർമാംഗനേറ്റ് സൊല്യൂഷൻ. പൊട്ടാഷ്യം പെർമാംഗനേറ്റ് സൊല്യൂഷനിൽ സൊല്യൂട്ട് പൊട്ടാഷ്യം പെർമാംഗനേറ്റ്. പൊട്ടാഷ്യം പെർമാംഗനേറ്റ് എന്തിലാണ് അലിഞ്ഞിട്ടുള്ളത്? വാട്ടറിൽ. അപ്പം സോൾവെൻറ്റ് വാട്ടർ. ഇനി ഏറ്റവും ലാസ്റ്റിലുള്ളത് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ എന്താണ് സൊല്യൂട്ട്? കോപ്പർ സൾഫേറ്റ് ആണ് സൊല്യൂട്ട്. ഏതിലാണ് കോപ്പർ സൾഫേറ്റ് അലിഞ്ഞത്? വാട്ടറിൽ. അപ്പോൾ വാട്ടറാണ് സോൾവെൻറ്റ്. ടേബിൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. എന്താണ്? വാട്ടറിലാണ് കൂടുതൽ സബ്സ്റ്റൻസും ഡിസോൾവ് ആയിട്ടുള്ളത് അല്ലേ? ഏറ്റവും കൂടുതൽ സബ്സ്റ്റൻസും എന്തിലാണ് ഡിസോൾവ് ആയിട്ടുള്ളത്? വാട്ടറിലാണ് ഡിസോൾവ് ആയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വാട്ടറിനെ നമ്മൾ എന്ത് പറയും? യൂണിവേഴ്സൽ സോൾവെൻറ്റ് എന്ന് പറയും. യൂണിവേഴ്സൽ സോൾവെൻറ്റ്. വാട്ടർ ഈസ് നോൺ ആസ് യൂണിവേഴ്സൽ സോൾവെൻറ്റ്. വാട്ടറിനെ നമ്മൾ യൂണിവേഴ്സൽ സോൾവെൻറ്റ് എന്നാണ് പറയുക. വൈ? ബിക്കോസ് വാട്ടർ ഹാസ് ദ കപ്പാസിറ്റി ടു ഡിസോൾവ് മോസ്റ്റ് ഓഫ് ദി സബ്സ്റ്റൻസസ്. വെള്ളത്തിന് കൂടുതൽ വസ്തുക്കളെ അലിയിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. കൂടുതൽ വസ്തുക്കളും അലിയുന്നത് വെള്ളത്തിലാണ്. സോ വാട്ടർ ഈസ് കോൾഡ് യൂണിവേഴ്സൽ സോൾവെൻറ്റ്. കൂടുതൽ വസ്തുക്കളും വെള്ളത്തിലാണോ ഡിസോൾവ് ആവുന്നത് എന്ന് കണ്ടുപിടിക്കാനായിട്ട് നമുക്കൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ 3 ലിക്വിഡ് എടുക്കുന്നുണ്ട്, 3 സോൾവെൻറ്റ്. ഏതൊക്കെയാണ്? വാട്ടർ, കെറോസിൻ, കോക്കനട്ട് ഓയിൽ. ഈ 3 ലിക്വിഡിലേക്ക് നമ്മൾ കുറച്ച് സബ്സ്റ്റൻസസ് നമ്മൾ ഓരോന്നായിട്ട് സെപ്പറേറ്റ് ആയിട്ട് അലിയിച്ച് ചേർക്കാൻ പോവുകയാണ്. ഏതൊക്കെയാണ് വസ്തുക്കളാണ് നമ്മൾ ചേർക്കേണ്ടത്? ഷുഗർ, സോൾട്ട്, ബ്ലൂ വിട്രിയോൾ, ജാഗരി. ജാഗരി എന്ന് പറഞ്ഞാൽ ശർക്കര. ഷുഗർ കാൻഡി എന്ന് പറഞ്ഞാൽ കൽക്കണ്ടം കേട്ടോ. ജാഗരി, ശർക്കര, ഷുഗർ കാൻഡി, കൽക്കണ്ടം, പിന്നെ പൊട്ടാഷ്യം പെർമാംഗനേറ്റ്. വസ്തുക്കൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നെടുത്ത് അതിലേക്ക് വാട്ടർ ആഡ് ചെയ്തിട്ട് നമ്മളത് അലിയിച്ച് ചേർക്കാൻ പോവാണ്. ഈ ഓരോ സബ്സ്റ്റൻസിനെയും നമ്മൾ അലിയിച്ച് ചേർക്കാൻ പോവുകയാണ്. അപ്പോൾ ഏതൊക്കെ സബ്സ്റ്റൻസ് ആണ് ഡിസോൾവ് ആയത്, ഏതൊക്കെ ഡിസോൾവ് ആയില്ല എന്നാണ് നമുക്ക് നോക്കാനുള്ളത്. ഏത് ലിക്വിഡിലാണ്, വാട്ടറിലാണോ അല്ല കെറോസിനിലാണോ അതല്ല കോക്കനട്ട് ഓയിലാണോ കൂടുതൽ വസ്തുക്കൾ ഡിസോൾവ് ആവുന്നത് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഈ 3 ലിക്വിഡും വാട്ടറും കോക്കനട്ട് ഓയിലും കെറോസിനും 3 ഗ്ലാസ് ടംബ്ലറിൽ എടുത്തിട്ട് നമ്മളെടുത്തുള്ള ഓരോ സബ്സ്റ്റൻസും ഷുഗർ, സോൾട്ട്, ബ്ലൂ വിട്രിയോൾ എന്നുള്ള ഓരോ സബ്സ്റ്റൻസും വെവ്വേറെ ആയിട്ട് അല്പം ആഡ് ചെയ്ത് നന്നായിട്ട് കലക്കുക. ഇനി ഈ സബ്സ്റ്റൻസൊക്കെ ലിക്വിഡിൽ ഡിസോൾവ് ആയോ അല്ലെങ്കിൽ ഡിസോൾവ് ആയിട്ടില്ലേ എന്ന് നോക്കുക. ഡിസോൾവ് ആയെങ്കിൽ നമ്മളവിടെ ടിക്ക് മാർക്ക് ഇട്ട് കൊടുക്കുക. ഡിസോൾവ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ക്രോസ് ചെയ്യാം, പുട്ട് എ റോങ് മാർക്ക്. നോക്കൂ, ആ ഷുഗർ വാട്ടറിൽ ഡിസോൾവ് ആയി അല്ലേ? അപ്പോൾ നമ്മൾ അതിൻ്റെ നേരെ ടിക്ക് ഇട്ടു. സോൾട്ട് ഡിസോൾവ് ആയി, ബ്ലൂ വിട്രിയോൾ ഡിസോൾവ് ആയി, ജാഗരി ഡിസോൾവ് ആയി, ഷുഗർ കാൻഡി ഡിസോൾവ് ആയി, പൊട്ടാഷ്യം പെർമാംഗനേറ്റും ഡിസോൾവ് ആയി. അപ്പോൾ വാട്ടറിൽ എല്ലാ സബ്സ്റ്റൻസസും ഡിസോൾവ് ആയിട്ടുണ്ട്. ക്ലിയർ? ഇനി നിങ്ങൾ കോക്കനട്ട് ഓയിൽ നോക്കൂ. കോക്കനട്ട് ഓയിലിൽ ഒന്നും തന്നെ ഡിസോൾവ് ആയിട്ടില്ല അല്ലേ? നമ്മളവിടെ ക്രോസ് ഇട്ടിട്ടുണ്ട്. ഷുഗർ ഡിസോൾവ് ആവില്ല, സോൾട്ട് ഡിസോൾവ് ആവില്ല, ബ്ലൂ വിട്രിയോൾ ഡിസോൾവ് ആവില്ല, ജാഗരി ഡിസോൾവ് ആവില്ല, ഷുഗർ കാൻഡി ഡിസോൾവ് ആവില്ല, പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ഡിസോൾവ് ആവില്ല. ഇതൊന്നും കോക്കനട്ട് ഓയിലിൽ ഡിസോൾവ് ആവുന്നില്ല. ഇനി മൂന്നാമത്തെ ലിക്വിഡാണ് കെറോസിൻ. കെറോസിനിലും ഈ സബ്സ്റ്റൻസസ് ഒന്നും ഡിസോൾവ് ആവുന്നില്ല ഇല്ലേ? നമ്മൾ അവിടെയും എല്ലാ കോളത്തിലും നമ്മൾ ക്രോസ് മാർക്ക് ഇട്ടിട്ടുണ്ട്.
ഈ ഒരു ആക്ടിവിറ്റിയിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലായത്? കൂടുതൽ വസ്തുക്കളും ഡിസോൾവ് ആയിട്ടുള്ളത് വാട്ടറിലാണ് അല്ലേ? നമ്മൾ കെറോസിനും കോക്കനട്ട് ഓയിലും വാട്ടറും കൂടി എടുത്തു നോക്കിയപ്പോൾ കൂടുതൽ വസ്തുക്കളും അല്ലെങ്കിൽ തന്നിട്ടുള്ള വസ്തുക്കളെല്ലാം ഡിസോൾവ് ആയത് എന്തിലാണ്? വാട്ടറിലാണ്. അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റ് നമ്മൾ എന്താ മനസ്സിലാക്കിയത്? കൂടുതൽ സബ്സ്റ്റൻസിനെയും ഡിസോൾവ് ചെയ്യാനുള്ള കപ്പാസിറ്റി കെറോസിനേക്കാളും കോക്കനട്ട് ഓയിലിനേക്കാളും കൂടുതൽ വാട്ടറിനാണ് അല്ലേ? വാട്ടറിലാണ് കൂടുതൽ സബ്സ്റ്റൻസസും അലിയുന്നത്. It is in the water that most of the substances dissolve. Hence, we can call water as universal solvent. അതുകൊണ്ട് തന്നെ നമ്മൾ വാട്ടറിനെ യൂണിവേഴ്സൽ സോൾവെൻ്റ് എന്നാണ് വിളിക്കുക. What are the benefits of water being a universal solvent? വാട്ടർ യൂണിവേഴ്സൽ സോൾവെൻ്റ് ആയതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? വാട്ടറിൽ കൂടുതൽ സബ്സ്റ്റൻസ് ഡിസോൾവ് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് അല്ലേ? ഷുഗർ ഇട്ടിട്ട് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. വി യൂസ് ഷുഗർ ഇൻ സോഫ്റ്റ് ഡ്രിങ്ക്സ്. പിന്നെയോ വി യൂസ് സോൾട്ട് ടു ഫുഡ് ഐറ്റംസ് അല്ലേ? നമുക്ക് ഫുഡ് ഐറ്റംസിലൊക്കെ സോൾട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ദെൻ വി മേക്ക് സോഡ വാട്ടർ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. സോഡ വാട്ടർ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ വാട്ടർ വേണം അല്ലേ? കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറിൽ ഡിസോൾവ് ആവണം. ദെൻ മെഡിസിൻസ് ക്യാൻ ബി പ്രിപ്പയർഡ്. മരുന്നുകളൊക്കെ ഉണ്ടാക്കുന്നത്